ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ തിരുവനന്തപുരത്ത് ഭർത്തൃ വീട്ടിലെ യുവതിയുടെ ആത്മഹത്യയിൽ ആരോപണവുമായി യുവതിയുടെ കുടുംബം. വിവാഹം കഴിഞ്ഞ സമയം മുതൽ ജാതി പറഞ്ഞും സ്ത്രീധനം നൽകിയില്ല എന്ന് പറഞ്ഞും വഴക്കായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. 2 മാസം മുൻപാണ് കാവ്യ അവസാനം സ്വന്തം വീട്ടിൽ വന്നത്. പല ദിവസങ്ങളും പട്ടിണിക്കിടും. കാവ്യയുടെ ഭർത്താവ് വിഷ്ണുവിന്റെ അമ്മയാണ് പ്രശ്നങ്ങളുണ്ടാക്കിയത്. ചിക്കൻ കറി കൂടുതൽ കഴിച്ചു എന്ന പേരിൽ കഴിഞ്ഞ ദിവസവും വഴക്കുണ്ടായെന്നും ഇതിന് പിന്നാലെയാണ് ആത്മഹത്യ ചെയ്തതെന്നും കാവ്യയുടെ അമ്മ ശാന്ത റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒരുപാട് വഴക്ക് പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞു വാ വീട്ടിൽ വാ നമുക്ക് പോവാന്ന് പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് കയറിപ്പോയല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂട. എപ്പോഴും ജാതി പറഞ്ഞ വഴക്ക്, പ്രശ്നങ്ങൾ, പൈസയ്ക്ക് സ്ത്രീധനം കൊടുത്തില്ല. എൻ്റെ മോള് ഇത് എനിക്ക് സ്വസ്ഥതയായിട്ട് ജീവിച്ചിട്ടില്ല. വീട്ടിൽ ഇവിടെ 10 ദിവസം നിൽക്കാൻ വന്നപ്പോൾ പറഞ്ഞു പെട്ടെന്ന് ചെല്ലണം എന്നവർ. പിന്നെ അതിനുശേഷം അവൾ വീട്ടിൽ പോയപ്പോൾ അവർ ആഹാരമൊന്നും കൊടുക്കുകയൊന്നുമില്ലായിരുന്നു. പട്ടിണി കിടത്തി 2 ആഴ്ച വരെ. വിഷ്ണുവിൻ്റെ അമ്മ വേറെ ആരും വഴക്ക് പറയില്ല, അവർ മാത്രമേ ഉള്ളൂ അവിടെ വഴക്ക് പറയാൻ. വഴക്ക് കൂടിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ ഒരു ചിക്കൻ കറി വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് ഞാൻ ശകലം എടുത്തുള്ളൂ. അവർ പറഞ്ഞ് അത്രയും കഴിച്ചെന്നും പറഞ്ഞിട്ടാണ് വഴക്ക്. നീ ആഹാരം കാണാതെ അടക്കണം, ആഹാരം തിന്നടക്കണം, വീട്ടിൽ നിന്ന് വന്നതല്ലേ എന്നും പറഞ്ഞ് ഭയങ്കര വഴക്കും ചെണ്ട ഉണ്ടെങ്കിൽ ആ കൊച്ചും കുളിമുറിക്കാതെ തിന്നാണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് കരഞ്ഞത്. യുവതിയുടെ കുടുംബമാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. വിവാഹം കഴിഞ്ഞ കാലം മുതൽ ഭർത്താവിന്റെ വീട്ടിൽ വലിയ തോതിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നു. ജാതി പറഞ്ഞും അതുപോലെ സ്ത്രീധനം കിട്ടിയില്ല എന്ന ആരോപണങ്ങളും ഉയർത്തിയാണ് പീഡനമെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. കുട്ടികളെയും ഭർത്താവിനെയും കരുതിയാണ് കാവ്യ വിഷ്ണുവിന്റെ കൂടെ നിന്നതെന്നും വിഷ്ണുവിന്റെ അമ്മയുടെ പീഡനമാണ് മരണകാരണമെന്നും കാവ്യയുടെ സഹോദരൻ ശ്യാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത് നിരന്തരം ഇത്ര വർഷം ജീവിച്ച സമയം തൊട്ട് ഇത് തന്നെ പ്രശ്നം തന്നെ. നമ്മൾ പറഞ്ഞായിരുന്നു ഭാവാന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴും ഒരു പറയണമെന്ന് വെച്ചാൽ ഭർത്താവ്, കൊച്ചുങ്ങൾ എന്നും പറഞ്ഞാൽ അവൾ നിന്ന് അവൻ അങ്ങനെ ഉപദ്രവിക്കുന്നത് ഇവരാണ്. പക്ഷേ അവർ പറയണത് ഇവൻ കേൾക്കുള്ളൂ. അവർ നായർ വിഭാഗത്തിൽപ്പെട്ടാണ്, ഞങ്ങൾ SC പുലയർ വിഭാഗത്തിൽപ്പെട്ടാണ്. അതിൻ്റെ ഇതാണ് പറഞ്ഞത്. ഞങ്ങൾ അടിമകളാണെന്നൊക്കെ പറഞ്ഞാണ് അവർ ആ കൊച്ചിനെ ചെയ്തു. ഇത്രയും ചെയ്ത് അവരങ്ങനെ തന്നെ ചെയ്തു. 4-5 മണിയൊക്കെ എപ്പോഴും നടന്നതെന്നാണ് പറയണം. 8:30 എപ്പോഴും ഞങ്ങളെ വിളിച്ചറിയിച്ച്. ജനലിലാണ് തൂങ്ങിയത്. ഇത് ആത്മഹത്യയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ജനലിലാണ് കുഞ്ഞ് തൂങ്ങി മരിച്ചത്. ഇവിടെ തിരിച്ച് വരാൻ പറഞ്ഞിട്ട് പിന്നെ കൊച്ചിൻ്റെയും ഭർത്താവിൻ്റെ കാര്യം നോക്കിയുണ്ട് അവൾ വരാത്ത. സന്ദ്ര സജു വിവരങ്ങളുമായി ചേരുകയാണ്. സന്ദ്ര, ഈ യുവതിയുടെ മരണമുണ്ടായത് ഇന്നലെയാണ്. അതിനുശേഷം ഈ പീഡനങ്ങളുടെ ഒരു വലിയ പട്ടികയാണ് കുടുംബത്തിന് പറയാനുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും വലിയ പീഡനങ്ങൾ ഉണ്ടാകുന്നു, അധിക്ഷേപം ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമായിരുന്നു എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന വസ്തുത. മധു, തിരുവനന്തപുരം കട്ടേല സ്വദേശിനിയാണ് മരിച്ച കാവ്യ. 30 വയസ്സുകാരിയാണ്. കാവ്യ ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം മലയങ്കേടുള്ള കാവ്യയുടെ ഭർത്താവായിട്ടുള്ള വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ കിടപ്പുമുറിയിലെ ജനലിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ കാവ്യയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ഈ കാവ്യയുടെ മരണത്തിലാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ കാവ്യയുടെ കുടുംബം ഉയർത്തുന്നത്. അതിൽ കുടുംബം പറയുന്നത് നമ്മൾ കേട്ടതാണ്. ജാതീയമായ അധിക്ഷേപങ്ങളും അതുപോലെ തന്നെ ശാരീരികമായ ഉപദ്രവങ്ങളും ഒക്കെ തന്നെയും കഴിഞ്ഞ കാലങ്ങളിൽ കാവ്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. 2018 മധു ഈ കാവ്യ വിഷ്ണു എന്ന മലയങ്കേട് സ്വദേശിയായ യുവാവിനെ വിവാഹം കഴിക്കുന്നത്. ഇവരുടെ പ്രണയ വിവാഹമായിരുന്നു. ഇവർ വിവാഹം കഴിച്ച ശേഷം പിന്നീടാണ് കുടുംബാംഗങ്ങളൊക്കെ തന്നെയും ഇടപെട്ട് ഒരു ചെറിയ വിവാഹം പോലെയൊക്കെ തന്നെയും നടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം സ്ത്രീധനമായി കുടുംബം കുറച്ചു നാളിന് ശേഷം ഒരു 4 സെന്റ് സ്ഥലവും 10 ലക്ഷം രൂപയും ഈ വിഷ്ണുവിന് നൽകിയിരുന്നു. ഈ 4 സെന്റ് സ്ഥലം ഇവരെ എഴുതി നൽകിയത് കാവ്യയുടെ പേരിലായിരുന്നു എഴുതി നൽകിയത്. പിന്നീട് കുറച്ചു നാൾ കഴിഞ്ഞ് വിഷ്ണുവും അവർ കുടുംബവും ചേർന്നിട്ടാണ് വിഷ്ണുവിന്റെ പേരിലേക്കൊക്കെ ആ സ്ഥലം മാറ്റുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇങ്ങനെ സ്ത്രീധനമായിട്ടൊക്കെ പിന്നീട് തുകയൊക്കെ കൊടുത്തെങ്കിലും വലിയ രീതിയിലുള്ള ജാതീയമായ അധിക്ഷേപങ്ങൾ ഈ 30 വയസ്സുകാരി ആ വീട്ടിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. കാരണം ഈ വിഷ്ണു എന്ന യുവാവ് നായർ സമുദായത്തിൽപ്പെട്ട ആളും ഈ മരണപ്പെട്ടിരിക്കുന്ന കാവ്യ SC വിഭാഗത്തിൽപ്പെട്ട ആളുമാണ്. അപ്പോൾ പലപ്പോഴും ഈ വിഷ്ണു എന്ന യുവാവിന്റെ അമ്മയിൽ നിന്നും പലതരത്തിലുള്ള പീഡനങ്ങൾ ഇവർ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ കാവ്യയുടെ വീട്ടിലുള്ള ആരെയും തന്നെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പോലും ഇവർ അനുവദിച്ചിരുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആരെങ്കിലും അങ്ങനെ അന്വേഷിച്ചു തന്നാൽ പിന്നെ അത് വഴക്കാവും, അടിയാകും, അങ്ങനെ വലിയ ശാരീരിക ഉപദ്രവങ്ങളിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ ചെന്നെത്തുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവരാരും അങ്ങോട്ടേക്ക് പോകാറ് പോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും 2 മാസം മുൻപ് കാവ്യയെ
സ്വന്തം വീട്ടിൽ നിൽക്കാൻ അങ്ങോട്ടേക്ക് വിട്ടു. അതിനൊക്കെ ശേഷവും ഈ പ്രശ്നം തുടരുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ സാന്ദ്ര ദിവസം സുജുവാണ് ചിക്കൻ വിവരങ്ങൾ കറി നൽകിയത്. ഭർത്താവിന്റെ വീട്ടിൽ നിരന്തര പീഡനമുണ്ടായിരുന്നു എന്ന ആരോപണവുമായി ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. നിയമ നടപടികളിലേക്ക് ഈ വിഷയം എത്തുകയും ചെയ്യും. സാന്ദ്ര സുജുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.